ഹലോ യൂട്യൂബ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഇടുന്നുണ്ട്. ഈ ജിയോയുടെ കണക്ഷൻ ജിയോ ഫൈബർ കൊണ്ടുവയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതുവരെ കൊണ്ടുവച്ചില്ല, അങ്ങനത്തെ കുറച്ച് thing. അപ്പം ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം സംഭവം എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ്. അപ്പം 21-ാം തീയതി അവർ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് അവർ 22-ാം തീയതി വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ കൊണ്ടുവച്ചായിരുന്നു. കുഴപ്പമില്ല, കൊണ്ടുവച്ചിട്ട് പോയി. പക്ഷേ അതിൽ സ്പീഡ് 30 Mbps ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് 10 കിട്ടുന്നുള്ളൂ. അത് ഇതുവരെ അവർ വന്ന് ശരിയാക്കിയിട്ടില്ല. വച്ചിട്ട് പോയി കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് എത്രാം തീയതിയായി? ഇന്ന് തന്നെ ഡേറ്റ് 26-ാം തീയതിയായി. അവർ 22-ാം തീയതി വെച്ചാണ്. ഇതുവരെ അത് റെഡിയാക്കിയിട്ടില്ല. അപ്പം അത് പോട്ട്, നമുക്ക് അവർ എന്തൊക്കെ കൊണ്ടുവച്ചു, ഇതൊക്കെയാണ് സാധനങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് നമുക്കത് നോക്കാം. ജിയോയുടെ ഇത് കാണിച്ചു തരാന്ന് പറഞ്ഞത് ഞാൻ ഇപ്പം ഇവിടെ വന്ന് എന്തിനായിരുന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അത് സംഭവം അവർ വന്ന ഉടനെ ആദ്യം സെറ്റ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് റേഞ്ച് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എയർ ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. ഇവരെ കണക്ഷൻ നമ്മൾ പോസിറ്റീവ് നല്ല വരുന്നത്. അപ്പം നമുക്ക് സാധാരണ ഫോണിൽ റേഞ്ച് കിട്ടുന്ന പോലെ നമുക്ക് ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് അവർ ആദ്യം ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം ഇതിൽ നിന്നാണ് നമുക്ക് റേഞ്ച് പോകുന്നത്. ഇതിൽ നിന്നുള്ള ആ കേബിളാണ് നമ്മുടെ ആ മോഡത്തിലോട്ട് പോകുന്നത്. അടുത്ത ആ മോഡൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിയോ എയർ ഫൈബർ. അപ്പോൾ ലുക്ക് വൈസ് തന്നെ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഏഷ്യാൻ്റെ അത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബോക്സി ഡിസൈൻ, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പൊക്കെ വരുന്ന ഡിസൈനാണ്. ഇപ്പോൾ ഇതാണ് സെക്ടോ ബോക്സ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടി, ഇതിൻ്റെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള എല്ലാ പരിപാടിയും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഓണാക്കി നോക്കി കാണിച്ചു തരാം സംഭവം എങ്ങനെയുണ്ടെന്ന്. നേരത്തെ കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ കറണ്ട് വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സെക്ടോ ബോക്സും ഇതെല്ലാം ഫുൾ ഓണായി കിടന്നത്. വൈഫൈ പിന്നെ ഫുൾ ടൈം ഓണായിരിക്കും, എന്നാലും സെക്ടോ ബോക്സ് ഓണാക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കറണ്ട് പോയിരുന്നു, ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓണാക്കി കാണിച്ചു തരാം. ഫസ്റ്റ് ടി വി നമ്മുടെ ഇരിക്കുന്നത് സോണിയുടെ ടി വിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ JBLൻ്റെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ടി വി ഓണാക്കി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്തോന്ന് അടിപൊളി, എപ്പോഴും കാണുന്ന പോലെ തന്നെ. സംഭവം അത് കണക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ റിമോട്ടുണ്ട്. അതിനായിട്ടൊരു പ്രത്യേക റിമോട്ട് അവർ തന്നിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ എല്ലാം കൂടെ 3 റിമോട്ടായി. ഒന്നാമതേ JBL റിമോട്ടും ഉണ്ട്, തൊല്ലായിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് എടുത്തിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന HDMI വഴിയാണ് നമ്മളിത് കണക്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ ടി വിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് അതിലോട്ടുള്ള ആക്സസ് കിട്ടും. നമുക്ക് ഡയറക്റ്റ് ഇൻ്റർനെറ്റും അതിലോട്ട് വരും. മറ്റേ വൈഫൈ വഴി അല്ലാതെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ടി വിയിൽ കണക്ട് ചെയ്യണം, അല്ലാതെ ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ട. ചെയ്തെടുക്കില്ല. ഇതിൻ്റെ വേറൊരു ആപ്പുണ്ട്. ഇതിൻ്റെ നമ്മൾ സെക്ടോ ബോക്സ് എടുക്കണമെങ്കിൽ അതിൻ്റെ HDMI 1 നമ്മൾ കണക്ട് ചെയ്ത് അതിലോട്ട് പോയി അതെടുത്ത് പിന്നെ അതിൽ കയറി ലൈവ് ടി വി എടുക്കണമെങ്കിൽ അടുത്ത സ്വിച്ച് അല്ലെങ്കിൽ ജിയോ TV പ്ലസ് ഇല്ലേ, അതെടുത്ത ലൈവ് ടി വി. പിന്നെ ഇതിനകത്ത് തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ ഉണ്ട്, പിന്നെ ജിയോ സാവൻ, അതിൻ്റെ പിന്നെ ബാക്കി ആപ്പൊക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റും. മറ്റേ സോണി ലീവൊക്കെ ഇതിനകത്തല്ലാതെ ഒരു സ്റ്റോറേജും അങ്ങനത്തെ കുറേ കാര്യങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ടി വിയിലല്ലാതെ ഒരു സ്റ്റോറേജ് ഉണ്ട്. മറ്റേ 16 GB ആണ് സ്റ്റോറേജ് വരുന്നത് ടി വിയിൽ. അല്ലാതെ ഇതിനകത്ത് ഇതിൻ്റെതായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട്. ടി വിയായിട്ട് അതിന് ബന്ധമില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പും കാര്യങ്ങളും എല്ലാം സെക്ടോ ബോക്സിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതിനകത്ത് തന്നെ ഡയറക്റ്റ് അതിൻ്റെ പരിപാടിയൊക്കെ നടന്നോളൂ. പിന്നെ അതിനകത്ത് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ അതൊക്കെ എടുത്തിടാം. നെറ്റ്ഫ്ലിക്സും ഇതാണ് പ്രൈമും ഇതൊക്കെ എടുത്തിടാം. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. ഇതിൻ്റെ സാധനമൊക്കെ റൂമിൽ പോയിട്ട് പറഞ്ഞുതരാം. ഇവിടെ എനിക്ക് കുറച്ച് ശല്യമായിട്ട് വരാനൊരുത്തൻ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓടിക്കളഞ്ഞു. കാണിച്ചു തരാം. ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ശല്യമായിട്ട് വരികയാണ് ഇവിടെ നിന്ന്. അതിനിടയ്ക്ക് എന്നേക്കാൾ മുമ്പ് അവൻ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. വന്ന് റൂമിൽ കയറി പോയി കിടന്നുറങ്ങണം. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പോയില്ല, തിരിച്ചു വന്നു തേണ്ടി. എന്തായാലും പോട്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമെന്ന് പറയുന്ന മേളിലുള്ള റൂമിൽ നമുക്ക് റേഞ്ച് കിട്ടത്തുമില്ല, സ്പീഡും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇത് വെച്ചതിന് ശേഷം നമുക്ക് താഴെ എത്ര സ്പീഡാണ് കിട്ടുന്നത് അത് തന്നെ മേളിൽ കിട്ടുന്നുണ്ട്. ഇവർ പറയുന്ന ആ ഒരു 30 Mbps കിട്ടിക്കഴിഞ്ഞാൽ പക്കയാണ്, സെറ്റാണ്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കിടിലം പരിപാടിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാനൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. മറ്റേതിനകത്ത് കുറച്ച് പാടാണ്. ഈ
പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്നതും മാറ്റുന്നതൊക്കെ അവരൊക്കെ വിളിച്ച് പറഞ്ഞൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു ആപ്പുണ്ട്, ആപ്പ് വഴി എനിക്ക് തോന്നുന്നില്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ചെയ്താലും ലേറ്റ് ആവും. പിന്നെ പാസ്വേഡ് മാറ്റുന്നത് അതിനകത്ത് പാടാണ്. ഇതിനകത്ത് നമുക്ക് ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എത്ര നാളത്തേക്ക് കാണുമെന്ന് അറിയത്തില്ല. അതിൻ്റെ സെറ്റപ്പ് ഒരു നേരത്തെ ഇതിൻ്റെ ഇത് ഞാൻ ഒരു ഫ്രണ്ടിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് മാറ്റുന്നത്. പക്ഷേ ആ പരിപാടിയല്ല ഇപ്പോഴും. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ പരിപാടിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ChatGPT നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയ പരിപാടിയൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് പിന്നെ അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. പിന്നെ വേറെ എന്താണ് നല്ലത് കിട്ടിയത്? അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ജിയോ ഒരു നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. കാരണം നമുക്ക് നേരത്തെ ഏഷ്യാനെറ്റ് ആയിരുന്ന സമയത്ത് മേളിൽ വലുതായിട്ട് റേഞ്ച് കിട്ടത്തില്ലായിരുന്നു. സംഭവം എത്ര ഒരു കട്ട 2 കട്ട അങ്ങനെയൊക്കെ. വൈഫൈ മൊത്തം 3 കാണിക്കുന്നത്. അതിൽ 2 കിട്ടിയാൽ കിട്ടി. സംഭവം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശരിയാക്കി വെക്കുന്ന സമയത്ത് ഓക്കെയാണ്, ഒരാഴ്ചത്തേക്ക് പക്കയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മേളിൽ വന്നിരിക്കുമ്പോഴേക്കും ഒരു 10 Mbps പോലും കിട്ടത്തില്ല. 5 Mbps കിട്ടുള്ളൂ. അപ്പം നമ്മൾ മറ്റേ ഇതിലോട്ട് മാറ്റിയപ്പോഴാണ് നമുക്ക് താഴെ എത്ര കിട്ടുന്നോ അത് തന്നെ നമുക്ക് റൂമിലും കിട്ടുന്നുണ്ട്. കറക്റ്റ് അവിടെ 10 കിട്ടുമെങ്കിൽ ഇവിടെ 10 കിട്ടുന്നുണ്ട്. പിന്നെ അപ്ലോഡിങ് സ്പീഡ് അത് അങ്ങനെയാണ്. ഇവിടെ എത്ര ഞാൻ ഇവിടെ വെച്ച് നോക്കിയപ്പോഴേക്കും 25 കിട്ടുന്നുണ്ട്. താഴെ എത്ര 30, 28, 30 ആ ഒരു റേഞ്ച്. 25 ഞാൻ ഒരു പ്രാവശ്യം നോക്കിയുള്ളൂ. വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അവർ വന്ന് റെഡിയാക്കി തരുമെന്ന് വിശ്വസിക്കാം. കാരണം നമ്മൾ നമ്പർ അവരെ വന്ന പുള്ളിയുടെ പേഴ്സണൽ നമ്പർ തന്നിട്ട് ഡയറക്റ്റ് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. സംഭവം നമ്മൾ വിളിച്ച സമയത്ത് മറ്റേ പുള്ളി ലീവായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. കാരണം വേറെ ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ ടൈമാണ്. അവർക്ക് എല്ലായിടത്തും കുറേ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊടുക്കാനും പറ്റുന്നില്ല. എല്ലാം കൊണ്ട് അവർ മൊത്തം വെട്ടി നിൽക്കുകയാണ്. ഈ ജിയോയുടെ അറിയാമല്ലോ, ഫൈബർ കണക്ഷൻ വരുമ്പോഴേക്കും പോസ്റ്റ് വേണം, അത് വേണം, ഇത് വേണം. പിന്നെ റോഡിൽ നിന്ന് 100 മീറ്റർ അങ്ങനെ എന്തൊക്കെയുള്ളൂ പോസ്റ്റൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ എയർ ഫൈബറാണ് നല്ലത്. നമുക്ക് സ്പീഡും ഉണ്ട്. മറ്റേനേക്കാളും കുറച്ചും കൂടെ നല്ലത് എയർ ഫൈബറാണ്. അപ്പം എടുക്കുന്നുണ്ടെങ്കിൽ എയർ ഫൈബർ നോക്കുക. ഞാൻ അറിയാമല്ലോ ഇങ്ങനെ കുറേ മൊണ്ടികളൊക്കെ ഉണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് കടുത്ത കൈ ആയിപ്പോയി. 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയപ്പോഴോ. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പം ഇതേപോലെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിച്ചാൽ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി വീഡിയോ ഇടാൻ വേണ്ടി ഒരു പ്രചോദനമാവുള്ളൂ. അപ്പം ലൈക്കും കൂടെ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.